പെരിങ്ങളം ദേശം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പാനൂരിന്റെ കിഴക്കൻ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ നേതാക്കളിൽ ഒരാളും CPIM പാനൂർ മുൻ ഏരിയ സെക്രട്ടറി AV ബാലന് നാടിന്റെ ആദരവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പിനെ അറിയാം, പാനൂർ ഏറിയെക്കുറിച്ച് അറിയാം. അതിൻ്റെ എല്ലാ ചരിത്രങ്ങളിലേക്കും ഇപ്പോൾ കടന്നു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ചരിത്രം എന്നേക്കാളും അനുഭവത്തിലൂടെ ഉൾക്കൊണ്ട നാട്ടുകാരാണ് ഈ യോഗത്തിൽ വന്ന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് വളരെ വിശദമായി കടന്നു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ആദരിക്കുന്നത് ബാലനെയാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥി ജീവിതകാലാണ്. പ്രസംഗം സാധാരണഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞ കാലമല്ല എൻ്റെ ഒന്നും. ഒരു വിദ്യാർത്ഥി സംഘടനയിലുണ്ട് എന്ന് പറയാം, അത്രയേ പറയാൻ പറ്റും. പക്ഷേ പാനൂരിലെത്തിയപ്പോൾ അവിടെ വെച്ച് ആ യോഗത്തിൽ സംസാരിക്കണമെന്ന് മറ്റ് വിദ്യാർത്ഥികൾ നിർബന്ധിച്ചപ്പോൾ അവിടെ വെച്ച് ഈ സംഭവങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ എനിക്കിടയായി. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ പൊതുപ്രസംഗം ആ പാനൂർ പ്രസംഗമായിരുന്നു എന്നുള്ളതും കാണേണ്ടതാണ്. അത് 60 വർഷം മുൻപാണ്. അപ്പോൾ വിദ്യാർത്ഥികളടക്കം നാടൊന്നാകെ ചേർന്നുകൊണ്ട് എതിർക്കുന്ന ചില രീതികളായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് നാം ഓർക്കേണ്ടത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെല്ലാം ധീരതയോടെയുള്ള സമീപനം സ്വീകരിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിച്ചിരുന്നു. അതിൻ്റെ പ്രതീകമാണ് സഖാവ് ബാലൻ. ബാലനെ ഇപ്പോൾ ആദരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിലും സഖാവ് കുഞ്ഞനന്ദനെയും നിങ്ങൾ ഗാനത്തിൽ സ്മരിച്ചതുപോലെ നമ്മൾ സ്മരിച്ചു പോകും. ഇതൊരു പ്രത്യേക ദ്വന്ദ്വമായിരുന്നു ഈ രണ്ടും. മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല എന്ന് മാത്രം. അവർക്ക് ഒരുപാട് സാമ്യതയും തുല്യതയും എല്ലാം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ അവരൊന്നിച്ച് തന്നെ നീങ്ങുന്ന നിലയാണ് പിന്നീടുണ്ടായിരുന്നത്. അഭിമാനകരവുമായ ഒരു മുഹൂർത്തപരമായ പങ്ക് വഹിക്കാൻ സാധിക്കുക കൂടി ചെയ്ത ആ ഒരു നേതാവിനെയാണ് നാം ഇപ്പോൾ ആദരിക്കുന്നത്. സഖാവ് AVയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും അതുപോലെ തന്നെ ഓർമ്മകൾ ചിതറിപ്പോകുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പാനൂരിന്റെ കിഴക്കൻ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ നേതാക്കളിൽ ഒരാളും CPIM മുൻ പാനൂർ ഏരിയ സെക്രട്ടറിയുമായ AV ബാലനെ നാട് ആദരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. P. ഹരീന്ദ്രൻ അധ്യക്ഷനായി. സ്പീക്കർ AN ഷംസീർ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, KK ശൈലജ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P. ജയരാജൻ, പനോണി വത്സൻ, K. കുഞ്ഞബ്ദുള്ള, KP മോഹനൻ MLA, M. സുരേന്ദ്രൻ, കാരായി രാജൻ, പുത്തൂർ മുസ്തഫ, R. അബ്ദുള്ള മാസ്റ്റർ, KK പവിത്രൻ മാസ്റ്റർ, OK വാസു മാസ്റ്റർ, KP രാജേഷ് മാസ്റ്റർ, K. റനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 1957 തൻ്റെ 14ാമത്തെ വയസ്സിൽ പാറാടുള്ള ടൈലർ കട കേന്ദ്രീകരിച്ച് തുടങ്ങിയതാണ് AV ബാലന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം. 1966 പാർട്ടി അംഗമായി.
കർഷക സംഘത്തിന്റെ രൂപീകരണത്തോടെ പൊതുരംഗത്ത് സജീവമായി. 20ാമത്തെ വയസ്സിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗമായി. മോഹനഗിരി, വടക്കേക്കളം മിച്ചഭൂമി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. വടക്കേക്കളം സമരസമിതിയുടെ കൺവീനറായും പ്രവർത്തിച്ചു. 1975 CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം. 1981 തലശ്ശേരി വിഭജിച്ച് പാനൂർ ഏരിയ കമ്മിറ്റി രൂപീകൃതമായതോടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായി. 1995 മുതൽ 3 വർഷം പാനൂർ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗമായും 2 തവണ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും. പറഞ്ഞ മാതിരി ബാലേട്ടൻ മേസ്തിരിയായിട്ട് EP പറഞ്ഞ പോലെ ബാലൻ മേസ്തിരിയായ സമയത്തൊക്കെ തന്നെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയുടെ ഭാഗമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ഇരുത്തി അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രകീർത്തിച്ച് പറയുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ പലപ്പോഴും ഉണ്ടാവാത്ത കാര്യമാണ്. എന്നാൽ താൻ പ്രവർത്തിച്ച നീണ്ട ദശാബ്ദക്കാലം താൻ ചെയ്ത പാർട്ടിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ച് തന്നെ ഇരുത്തി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ വന്ന് സംസാരിക്കുന്നത് കേൾക്കുക എന്നുള്ളത് മുഖസ്തുതിക്കപ്പുറത്ത് ജീവിതം സമ്പൂർണമായതിൻ്റെ അർത്ഥമായി ഒരു കാര്യമാണ് സഖാവ് AV ബാലേട്ടനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നത്. സാധാരണയായിട്ട് CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരങ്ങളിൽ ഓരോ പ്രദേശത്തും പാർട്ടി കെട്ടിപ്പടുക്കാൻ ഉത്സാഹിച്ചിട്ടുള്ള നേതാക്കളെ പ്രത്യേകം വിളിച്ചു വരുത്തി ആദരിക്കാറുണ്ട്. വരൂ, വയനാടിന്റെ മനോഹാരിതയും തണുപ്പും ആസ്വദിക്കാൻ ബോസ്കായിലേക്ക്. പ്രകൃതിരമണീയതയുടെ മടിത്തട്ടിൽ ആസ്വാദനത്തിന്റെ അതിരുകളില്ലാത്ത ലോകം. നിങ്ങളുടെ സ്നേഹധന്യ നിമിഷങ്ങൾ സമ്പന്നമാക്കുവാൻ ഞങ്ങൾ കൂടെയുണ്ട്. ബോസ്ക. വരൂ ഈ സ്നേഹതീരത്തേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബോസ്ക റിസോർട്ട്, നിലവിൽപ്പുഴ, മുണ്ടക്കൊമ്പ്, വയനാട്.